ബോബിൻ കേസ് ഇടുന്ന ഷട്ടലിൻ്റെ തൊട്ട് വശത്ത് തന്നെ ഒരു പ്ലസ് മൈനസ് നോബ് ഉണ്ടാവും. ഇത് എന്തിനാണെന്നുള്ളത് അറിയാമോ? കണ്ടോ, ഇത് ആർക്കും അറിയില്ല. ഇത് ചിലർ നീഡിലൊക്കെ ആയി കഴിഞ്ഞാൽ ഫിൽറ്ററിലൊന്നും പിന്നെ ഓയിൽ പോവുകയല്ലോ, ഫിൽറ്റർ അടക്കം മാറ്റേണ്ടി വരും. അങ്ങനത്തെ ശേഷം ഇതുപോലെ ബ്രഷ് ഉണ്ടാവും, നമ്മൾ പല്ല് തേക്കുന്ന ബ്രഷ്. ഇത് വെക്കാം. കേട്ടോ, ഓപ്പോസിറ്റ് നടക്കാം. ഇരിക്കുമ്പോൾ നമുക്ക് നേരെ ബോട്ടിൽ ഓയിലാക്കാം. പിന്നെ ഈ ഓയിൽ നമുക്ക് വേറെ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പവർ മെഷീനിൽ എങ്ങനെ ഓയിൽ ചേഞ്ച് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ വിജയ. അതിതാ ഏത് തരം പവർ മെഷീൻ ആയാലും അതിൽ നമ്മൾ എങ്ങനെ ഓയിൽ ചേഞ്ച് ചെയ്യണം, അഥവാ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓയിലിൻ്റെ ഫിൽറ്റർ ഉണ്ട്, ഇതിന് താഴെ വശത്തായിട്ട് ഓയിൽ ഫിൽറ്റർ വരും, അതെങ്ങനെ ക്ലീൻ ചെയ്യണം എന്നുള്ളതും ഓയിൽ നമ്മൾ എപ്പോൾ ചേഞ്ച് ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മളൊരു പുതിയ തയ്യൽ മെഷീൻ വാങ്ങിക്കഴിഞ്ഞാൽ ഓയിൽ ഒഴിക്കേണ്ട രീതിയാണ്. അപ്പോൾ നമ്മൾ മെഷീന് ഇങ്ങനെ ചെരിച്ച് വെക്കുക. ചെരിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും. നമ്മൾ പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഓയിൽ ഫിൽറ്റർ. ഇത് ഓയിൽ ഫിൽറ്റർ, ഇതാണ് നമ്മൾ ഓയിൽ ഒഴിക്കേണ്ടത് കേട്ടോ. ഓയിൽ ഒഴിക്കേണ്ടതുണ്ടോ, ഹൈ ലോ എന്ന് എഴുതിയിരിക്കുന്നത്. ഈ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇവിടെ ഒന്നും ഓയിൽ കിടക്കാൻ പാടില്ല. നമ്മൾ ഈ ഹൈയുടെയും ലോയുടെയും സെൻറ്ററിൽ, ഏകദേശം സെൻറ്ററിൽ ഇരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇതിൻ്റെ മുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓവർഫ്ലോ വരും അപ്പോൾ നമ്മൾ തയ്ക്കുന്ന ഇടയിൽ ചിലപ്പോൾ നീഡിൽ ബാറിൻ്റെ ഇടയിലൂടെയും ഷട്ടലിൻ്റെ ഇടയിലൂടെയൊക്കെ കൂടുതലായിട്ട് ഓയിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഹൈയുടെയും ലോയുടെയും സെൻറ്ററിലായിട്ട് നമ്മൾ വെക്കുക, ഓയിൽ ഒഴിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതാണ് നമ്മൾ ഓയിൽ കേട്ടോ. ഓയിൽ ഒഴിച്ചിട്ട് കളർ മാറുമ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട സ്ക്രൂ ഇതാട്ടോ. ഈ സ്ക്രൂ ലൂസ് ചെയ്താൽ നമ്മൾ അടിവശത്തേക്ക് ഒരു ചെറിയ നോബ് ഉണ്ടാവും. ഇത് കണ്ടോ, ഈ നോബ്, ഇതിലൂടെയാണ് ഓയിൽ വരുന്നത്. ഇതിവിടെ നമ്മൾ വേസ്റ്റ് പാത്രമോ ബോട്ടിലോ എന്തെങ്കിലും വെച്ചിട്ട് ആ ഓയിൽ എടുക്കുക. ചിലർ ഇതിൽ ഓയിൽ കളർ മാറി തുടങ്ങി കഴിഞ്ഞാൽ ഇത് തന്നെ മുക്കിയെടുത്തിട്ട് ഒഴിക്കുന്നതാണ്. അപ്പോൾ അതിന് പകരമാണ് ഈ സ്ക്രൂ ലൂസ് ചെയ്തിട്ട് നമ്മൾ അടിവശത്ത് എന്തെങ്കിലും പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് എടുത്തിട്ട് സ്ക്രൂ നല്ലോണം ടൈറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ ഇതിൻ്റെ ഇടയിലൊരു വാഷർ ഉണ്ടാവും, ഈ സ്ക്രൂവിൻ്റെ ഇടയിൽ. ആ വാഷർ കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം, അല്ലെങ്കിൽ ലീക്ക് വരും അടിവശത്ത്, അപ്പോൾ അത് കറക്റ്റായിട്ട് ഇട്ട് നമ്മൾ നല്ലോണം ടൈറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ടാണ് പുതിയ ഓയിൽ ഒഴിക്കേണ്ടത്. അപ്പം ഞാനതൊരു മെഷീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഏകദേശം ഇത് ഈ വീഡിയോയിൽ കാണുന്ന 2 മാസത്തോളം റണ്ണിങ് ആയ ഓയിലാട്ടോ ഈ വീഡിയോയിൽ കാണുന്നത്. കണ്ടോ, ഞാൻ ആ കൈയേറ്റാക്കുമ്പോൾ കണ്ട ഒരു അടിയിലിങ്ങനെ ചെളി പോലെ അതുപോലെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഏകദേശം മാറ്റാറായെന്നാണ്. ഇനി ഇപ്പോൾ ഈ ഓയിൽ ഓടുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മാസം കൂടി ഏകദേശം കഷ്ടിച്ച് ഓടിക്കാം. പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഓയിൽ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഞാൻ 1 മാസം കൂടി കഴിഞ്ഞ് വന്നപ്പോഴുള്ള അവസ്ഥയാണ് ഈ മെഷീനിൽ. കണ്ടോ നിങ്ങൾ, ഇതുപോലെ കച്ചറ അടിയും. നല്ല തയ്യലുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കച്ചറ അടിയും മൊത്തമായിട്ട്. കണ്ടോ, ഇതുപോലും ക്ലീൻ ചെയ്യാതെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരിക്കലും ആക്കരുത്. മൊത്തത്തിൽ നിങ്ങൾ ഓയിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് നമ്മൾ ആ സൈഡിലൊക്കെ ഉള്ള കച്ചറയൊക്കെ ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിക്ക് കൊണ്ട് നടക്കുക. ഇതിപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യാറാണ്. നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമ്മൾ സ്ക്രൂ ലൂസ് ചെയ്യുക കേട്ടോ. ഈ സ്ക്രൂ ലൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ താഴത്തെ ഒരു ഡബ്ബ നമ്മൾ മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് കറക്റ്റായിട്ട് ആ ഡബയിലോട്ട് ഓയിലാക്കണം കേട്ടോ. അല്ലെങ്കിൽ താഴത്തൊന്നായിട്ട് ഓയിലാവും. കണ്ടോ, നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടല്ലേ, ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ബോട്ടിലിൽ ഓയിലാക്കാം. പിന്നെ ഈ ഓയിൽ നമുക്ക് വേറെ സാധാ മെഷീനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അവർക്കൊക്കെ കൊടുക്കാം. പിന്നെ അത് മൊത്തമായിട്ട് ക്ലീൻ ചെയ്യുക, അതാണ് അടുത്ത പരിപാടി. മൊത്തം ക്ലീൻ ചെയ്യണം. മൊത്തം ക്ലീൻ ചെയ്തിട്ട് ഈ സൈഡിലൊക്കെ കിടക്കുന്ന കുറേ വേസ്റ്റ് ഉണ്ട്, അത് മൊത്തമായിട്ട് ക്ലീൻ ചെയ്തു. ഇപ്പോൾ നമ്മൾ മൊത്തം ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ ഈ കാണിക്കുന്ന ഈ വാഷറുണ്ടല്ലോ, ഈ വാഷറാണ് മെയിൻ. അപ്പോൾ നമ്മൾ ആ വാഷർ അതിലിട്ടതിന് ശേഷം കറക്റ്റായിട്ട് നമ്മൾ ആ ത്രെഡിൽ കൊണ്ടുപോയിട്ട് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്യണം കേട്ടോ. ക്രോസ് ആയിട്ടൊന്നും കയറരുത്. അതുപോലെ വാഷർ ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, വാഷർ എന്തായാലും ഇട്ടേ പറ്റൂ.
അല്ലെങ്കിൽ നിങ്ങൾക്ക് അടിയിലൂടെ ഓരോ തുള്ളി വെച്ച് അങ്ങനെ ഡ്രോപ്പായിട്ട് ഓയിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഇട്ട് ഇത് സ്ക്രൂ നല്ലോണം ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു സാധനം വരുന്നുണ്ട്, ഒരു മാഗ്നറ്റ്. കണ്ടോ, ഇത് ആർക്കും അറിയില്ല. ഇത് ചിലവർ നീഡിലൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്നതാണ്. നീഡിൽ വെക്കാൻ ഉപയോഗിക്കുന്നതല്ല ഇത് നമ്മൾ ചെറിയ ഇരുമ്പിൻ്റെ അംശങ്ങളൊക്കെ പമ്പിങ് ചെയ്യുമ്പോൾ സമയത്ത് അതിൻ്റെ ഉള്ളിലൂടെ കയറി പോകണ്ടെന്ന് വെച്ചിട്ട് സേഫ്റ്റിക്ക് വെക്കുന്നതാണ്. നിങ്ങളെ മെഷീനിൽ ഓയിൽ മാറിയിട്ടില്ല, ഒരു 5-6 മാസം തയ്ച്ചിട്ടും നിങ്ങൾ ഓയിൽ ചേഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവസ്ഥ ഇങ്ങനെ ആയിരിക്കും. ഇത് കണ്ടോ, പിന്നെ അതങ്ങ് ആ കളറങ്ങ് ആ ടാങ്കിലങ്ങ് ഒട്ടിപ്പിടിക്കും, പിന്നെ അത് ഒരിക്കലും പോവില്ല. പിന്നെ അതുപോലെ ഒരു റെഡ് കളറായിട്ട് അതൊരു ആ ഷാഫ്റ്റിലൊക്കെ കയറി ഒട്ടിപ്പിടിക്കും. കണ്ടോ, അതൊന്നും പിന്നെ പോവുകയില്ല. അപ്പോൾ നിങ്ങൾ കഴിയുന്നതൊരു 3 മാസമൊക്കെ കൂടുമ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യുക. ഫിൽറ്ററിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഫിൽറ്ററിലൊന്നും പിന്നെ ഓയിൽ പോവുകയില്ല, ഫിൽറ്റർ അടക്കം മാറ്റേണ്ടി വരും. അങ്ങനത്തെ അവസ്ഥയാവും. നമ്മൾ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ഓയിൽ ഫിൽറ്റർ നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഈ ഫിൽറ്ററിൻ്റെ ഇവിടെ കണ്ട ഈ ഭാഗം, ഇത് നെറ്റ് പോലത്തെ ചെറിയ നെറ്റാണ്. ഇതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ഓയിൽ പമ്പിങ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു 3 വട്ടമൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഓയിൽ ചേഞ്ച് ചെയ്തതിന് ശേഷം 4ാമത്തെ വട്ടം നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ നെറ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് 3 സ്ക്രൂ വരുന്നുണ്ട്. 1, 2, 3. ഈ 3 സ്ക്രൂ ലൂസ് ചെയ്യുക. ഈ 3 സ്ക്രൂ യൂസ് ചെയ്തെടുത്തതിൻ്റെ ശേഷം ഉണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു ലോക്ക് ഉണ്ട്. ഇതിങ്ങനെ ഇത് നമ്മൾ പതുക്കെ ഒന്ന് ഇങ്ങോട്ട് ഉണ്ടോ, ഇതിവിടെ പോയി സ്റ്റോപ്പ് ആയാലാണ്. ഉണ്ടോ, അപ്പോൾ ഇത് നമ്മൾ ഇടുമ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് എടുക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഊരിയെടുക്കണം. മനസ്സിലായില്ലേ? അത് നമ്മൾ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ലോക്കാണ്. അത് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ഉണ്ടോ ഇങ്ങനെ വെക്കുക. ഉണ്ടോ, ഇത് ഓപ്പോസിറ്റാണ് വെച്ചിട്ട് വേണ്ടാൻ നിർത്തുക. എടുക്കുമ്പോഴും ചെയ്യുന്ന ഉണ്ടോ ഇങ്ങനെ എടുക്കുക. ഇതാണ് അതിൻ്റെ പമ്പിങ്ങിൻ്റെ ഫാനാണ് കേട്ടോ. ഇതാണ് ഊരി കഴിഞ്ഞാൽ ഇതുണ്ടാവും, ഇതിൻ്റെ മുകളിലൊരു സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടാവും. ഈ പ്ലേറ്റ് നമ്മൾ ശ്രദ്ധിച്ചെടുക്കണം. നമ്മുടെ അടുത്ത് ഊരിക്കഴിഞ്ഞാൽ ഈ ഭാഗം ഇങ്ങോട്ടും ഈ ഭാഗം ഇങ്ങോട്ടുമാണ്. അപ്പോൾ നമ്മളത് ഇവിടുന്ന് ലോക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ഊരിയെടുക്കുക. ഊരിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ബ്രഷ് ഉണ്ടാവും, നമ്മൾ പല്ല് തേക്കുന്ന ബ്രഷ്, ഇത് നല്ലോണം ഈ അരിപ്പ ഇവിടെ ക്ലീൻ ചെയ്യുക. ഉണ്ടോ, ഇതേറ്റ് ക്ലീൻ ചെയ്താലേ കറക്റ്റായിട്ട് ഇങ്ങോട്ട് പോരുള്ളൂ. ഇതിനുള്ള ഈ പഴയ ഓയിലിൻ്റെ ഈ മട്ടൊക്കെ ഇതിലിങ്ങനെ വന്ന് അടിഞ്ഞിരിക്കും. അടിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഓയിൽ പമ്പ് ചെയ്യാതാവും. അപ്പോൾ മുകളിലോട്ടൊന്നും ഓയിൽ പോകാതാവുമ്പോൾ മെഷീന് നീഡിൽ ബാറൊക്കെ ഹീറ്റ് ആവാൻ തുടങ്ങും. ആ ഭാഗങ്ങളൊക്കെ അതുപോലെ ഇവിടുത്തെ ക്യാം ഒക്കെ ഹീറ്റ് ആവാൻ തുടങ്ങുമ്പോൾ പിന്നെ മെഷീൻ സ്റ്റക്കാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഓയിലിൻ്റെ ഈ നെറ്റുള്ള ഭാഗങ്ങളൊക്കെ അധികം ക്ലീൻ ചെയ്തെടുക്കുക. ഒരു 3 വട്ടം നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്തതിന് ശേഷം 4ാമത്തെ വട്ടം നമ്മൾ ഈ ഫിൽറ്ററും കൂടി ക്ലീൻ ചെയ്യുക കേട്ടോ. നമ്മളിത് ഫിക്സ് ചെയ്യേണ്ടത്, ക്ലീൻ ചെയ്തിട്ട് ഫിക്സ് ചെയ്യേണ്ടത് ഇങ്ങനെ വയ്ക്കുക, ഇങ്ങനെ ഫിക്സ് ചെയ്യുക. കണ്ടോ, കറക്റ്റായിട്ട് ഇവിടെ 3 ഹോളുണ്ട്. ആ 3 ഹോളിൻ്റെ ഇതിൽ കറക്റ്റായിട്ട് നിൽക്കും. എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ടിത് കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് അമർത്തി കൊടുത്താൽ ഫിക്സായി. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ സ്ക്രൂ എടുക്കുക, ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 3ഉം ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് മറ്റേ ടൈറ്റ് ചെയ്യലുണ്ട്. എല്ലാവരും പാതി കുറച്ച് ടൈറ്റ് ചെയ്ത് നിർത്തുക. എന്നിട്ട് ഓരോന്ന് ടൈറ്റ് ചെയ്യുക. നമ്മൾ മൂന്നും ടൈറ്റ് ചെയ്ത് കേട്ടോ.
പിന്നെ ഈ മെഷീനിൽ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ ബോബിൻ കേസ് ഇടുന്ന ഈ ഭാഗത്തേക്ക് ഒരുപാട് ഓയിൽ വരാറുണ്ട്. അപ്പൊ ഈ ഓയിൽ ചാടുന്നത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്ക്രൂ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഇവിടെ മൈനസും പ്ലസും എന്ന് പറഞ്ഞിട്ട് ഈ സൈഡിൽ മൈനസ് എഴുതിയിട്ടുണ്ടാവും, ഇവിടെ പ്ലസ് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും ഇങ്ങോട്ട് ഓയിൽ കൂടുതൽ വരുമ്പോൾ ഇവിടെ ഇത് ടൈറ്റ് ആക്കും. ശരിക്ക് ടൈറ്റ് ആക്കല്ല ചെയ്യേണ്ടത്. ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഒരുപാട് ഓയിൽ വരും, ഇതിൽ ഒരുപാട് ഓയിൽ കൂടും ടൈറ്റ് ആക്കിയാൽ. ശരിക്കും നമ്മളിവിടെ ലൂസാണ് ആക്കേണ്ടത്. ഇങ്ങനെ ഇടത്തെ സൈഡിലോട്ട് തിരിച്ചിട്ട് ലൂസ് ആക്കിയാലാണ് ഇങ്ങോട്ട് വരുന്ന ഓയിൽ സ്റ്റോപ്പ് ആവല്. ടൈറ്റ് ആക്കിയാല്, ഓവർ ടൈറ്റ് ആക്കിയാല് ഓവർ ഓയിൽ ഇങ്ങോട്ട് വരും. ഇവിടെ ലൂസ് ആക്കിയാലാണ് ഓയിൽ ഇങ്ങോട്ട് ചാടുന്നത് കുറയുന്നത് കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് കേട്ടോ. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് തയ്യൽ അറിയുന്നവർ, പവർ മെഷീൻ ഉപയോഗിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ താങ്ക് യു.